ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഈ അവർക്ക് തന്നെ അനുഭവം വന്നതോടെ നിങ്ങളെ ഈ രീതികളോട് ശരിക്കും കിട്ടിയിട്ടുണ്ട്? അതെ, ഒരു പരിധി വരെ മുഴുവൻ. ആദ്യം ചെറിയ ഇതുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ രോഗചികിത്സകളും ഇതൊക്കെ വന്നതിന് ശേഷമുള്ള വ്യത്യാസത്തോടനുബന്ധിച്ച് തന്നെ നിങ്ങളെ നീക്കങ്ങളെ അംഗീകരിച്ചു വന്നു. ഇപ്പോ ഭാര്യയൊക്കെ വളരെ കൂടുതൽ, അവൾക്ക് കുറെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലേക്ക് വന്നപ്പോ അസുഖങ്ങളൊന്നുമില്ല. അസുഖങ്ങളൊക്കെ പൊട്ടിയൊലിച്ചും മുറിവുകളായിട്ടൊക്കെ വന്ന് പോവുക ചെയ്തത്. പിന്നീട് അവർക്ക് അസുഖം ഉണ്ടായിട്ടില്ല. അപ്പോ നിങ്ങൾ പറഞ്ഞു ഓർത്തഡോക്സ് മുസ്ലിം, അതൊരു നല്ല പ്രയോഗമാണ്. കാരണം അതായത് നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അങ്ങനെയാണ്. ഇങ്ങനെ തിന്നാൻ പാടുള്ളൂ, ഇങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ മുസ്ലിങ്ങൾ അത്ര തന്നെ സുപ്പീരിയോറിറ്റി ഇല്ല. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞാണ്. സാധാരണയുള്ള മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ആ രീതിയിൽ പറഞ്ഞു. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ ശരിക്ക് പിതാവിന്റെ ആ ഒരു മെന്റാലിറ്റിയിൽ നിന്നതുകൊണ്ടായിരിക്കുമല്ലോ ഈ പുതിയ വഴികളിൽ ശരിക്ക് നല്ലൊരു വഴി തുറന്ന് കിട്ടിയത്. അങ്ങനെ ആയിരിക്കൂലേ? എന്തായാലും എനിക്ക് ആ പിതാവിന്റെ ആ രക്തം തന്നെയാണ് എന്റെ അടുത്തുള്ളത്. പിതാവിന് എന്തൊക്കെ ചെറുപ്പകാലം മുതൽ എന്തൊക്കെ വിപ്ലവകരമായ ആശയങ്ങൾ ഉണ്ടായിരുന്നോ അതേപോലെ ശരിയാണെന്ന്. അപ്പൊ അദ്ദേഹം വളരെ ഒരു സുന്നി കുടുംബത്തിൽ നിന്നാണ് ജനിച്ച് വളർന്നത്. അദ്ദേഹത്തിന് അത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ അതൊരു ഭയങ്കര വിപ്ലവകരമായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന് അതിന്റെ ഒരു മുൻനിരയിൽ തന്നെ ഇത് കൊള്ളാൻ കാരണം. ഈ പത്രപ്രവർത്തനത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പോലും ഒരു അറിയപ്പെട്ടൊരു പത്രാധിപരായിട്ട് പോലും തിളങ്ങി. അതെ, അപ്പോ അതുകൊണ്ട് തന്നെ അതേ രക്തം എന്നിലുണ്ട്. എനിക്ക് ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മറ്റ് എന്ത് നഷ്ടം സഹിച്ചും അത് സ്വീകരിക്കാനും അത് നിലനിർത്താനും അതിനെ പരിപോഷിപ്പിക്കാനുള്ള ഒരു രക്തം എനിക്ക് എന്റെ പിതാവിന്ന് കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മളെ തിരിച്ചറിവുകളെ നമ്മൾ മൂടി വെച്ചുകൊണ്ട് മറ്റാരും അറിയാതെ മൂടി വെക്കുക എന്നുള്ള പാരമ്പര്യം എന്റെ വാപ്പാക്കുമില്ല. ആ പാരമ്പര്യം പൂർണ്ണമായിട്ട് എനിക്കുണ്ട്. അതെ, ഞാൻ പറഞ്ഞു വന്നത് അതാണ്. കാരണം എന്നാല് അങ്ങനെ ഒരു ഇതിൽ നിന്ന് വന്നുകൊണ്ട് സ്വതന്ത്രമായ നമ്മുടെ യുക്തി കൊണ്ട് തന്നെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എളുപ്പ വഴി ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് എന്റെ പിതാവ് എനിക്ക് തന്ന തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. സംശയമൊന്നുമില്ല. കാരണം ഞാനായിരിക്കും പിതാവിന്റെ ഏറ്റവും പെറ്റായിട്ടുണ്ടായിരുന്ന മകൻ. മൂത്ത മകനായിരുന്നു. പിന്നെ ചുരുങ്ങിയത് ഒരു 5 വയസ്സ് വരെ ഞാൻ പിതാവിന്റെ കൂടെ തന്നെ നടന്നിരുന്നു. എവിടെ പള്ളിക്ക് പോവുകയാണെങ്കിലും ഇതൊക്കെ അതിന്റെ കൂടെ പോയിരുന്നു. ആദ്യത്തെ ആൺകുട്ടി ആയതുകൊണ്ട്. പിന്നെ 5-ാം വയസ്സിൽ തന്നെ അന്ന് പിതാവ് സൗദി അറേബ്യയിൽ പഠിക്കാം. അപ്പൊ എന്നെ അവിടെ പഠിപ്പിക്കണം വിചാരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കുറെ ശ്രമം നടത്തി. ഞാനൊരു 4 മാസത്തോളം അന്ന് ബോംബെ പോയി താമസിച്ചിട്ടു. എനിക്ക് എന്തോ ഭാഗ്യത്തിന് വിസ കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിവിടെ അല്ലെങ്കിൽ ഞാൻ അവിടെ വലിയ ലോഹക്കെട്ടിട്ട് എന്തെങ്കിലും ആവുന്നു. ഉമർ മൗലവി സുന്നികളെ കാഫിർ വിളിച്ചതിന്റെ പരിണിതി താൻ ഇന്നും അനുഭവിക്കുന്നുണ്ടെന്ന് മകൻ ബഷീർ മാസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ വികാരത്തിന്റെ പോയി വാപ്പങ്ങനെ കുറെ അട്രോസിറ്റീസ് ചെയ്തിട്ടുണ്ട്. അത് കുറെ ഞങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ സൽസബീൽ എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത് പുനഃപ്രസിദ്ധീകരിക്കാൻ വാപ്പാക്ക് ശേഷം പ്രസിദ്ധീകരിക്കാൻ പരിപാടിയിട്ടു. ഇപ്പൊ എന്റെ വളരെയധികം സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പൊ ഞാനത് വേണ്ട, അത് പിന്നെ കൂടുതൽ വേണമെങ്കിൽ അതിന് എല്ലാ മതങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള സാഹോദര്യത്തോടു കൂടിയ ഒന്നല്ലാതെ ഇങ്ങനെയുള്ള ഒരു സെക്ടേറിയൻ പരിപാടി വേണ്ട, ശരിയാവില്ല. മുസ്ലിം ഇത് മാത്രമായിട്ട് അതെ, അങ്ങനെ ഒന്നും വേണ്ട എന്ന്. ഇപ്പൊ വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി പോലുള്ള ഈ പൊതുവായ കാര്യത്തിനുള്ളതല്ലെങ്കിൽ അപ്പൊ അതിന് അവർക്കും താല്പര്യമുണ്ട്. അവര് പിന്നെ ഇപ്പാന്റെ അനുയായികൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പറ്റില്ല. അപ്പൊ ഞാൻ മാത്രമേ അതിന് എന്റെ ഉപ്പാന്റെ മക്കളിലൊക്കെ എല്ലാരും കൂടിയിട്ട് ഞാൻ മാത്രമാണ് അത് കണിശമായിട്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരനിയുണ്ട് മുബാറക്ക് എന്ന് പറഞ്ഞാൽ, അവനത് താല്പര്യമായിരുന്നു. അതിന്റെ പത്താധിപരും ഒക്കെ ആയിട്ട് അത് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞത്. കാരണം ഇതിന്റെ മുമ്പ് തന്നെ വേണ്ടത്ര ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഒരു പത്രത്തിലുണ്ടായിരുന്നു നമ്മള് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറിച്ചിട്ട്.
അപ്പൊ ഉപ്പാന്റെ മകനായ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഉപ്പാനെ പിന്നെയും ബ്ലെയിം ചെയ്യും. ഇപ്പൊ മരിച്ച ഒരാളെ ഈ കബറുമാന്തുന്ന പരിപാടി ഇപ്പോഴും നടത്താനുണ്ടായ കാരണം പൂർണ്ണമായിട്ടും അവരെ കുറ്റമല്ല. അപ്പൊ നമുക്ക് അവരോടും സാധാവുണ്ട്, എന്റെ ഉപ്പാനോടും സാധാവുണ്ട്. അപ്പൊ ഒരു അതിരി കഴിഞ്ഞിട്ട് പറയാൻ പാടില്ല. ഉപ്പാൻ എപ്പോഴും കുറ്റം എന്നെ നിങ്ങളെ സൂചിപ്പിച്ചത്. അതെ.